ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല, ഉപ്പ്, നാരങ്ങ നീര്, ഇവ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് 2 സവാള വറുത്തെടുക്കണം. അതേ എണ്ണയിലേക്ക് നമുക്ക് ബാക്കി സാധനങ്ങൾ വറുത്ത് വഴറ്റിയെടുക്കാം. ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട, ബേ ലീഫ്, പച്ചമുളക്. അതിനുശേഷം ബാക്കി 2 സവാള ഉള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1/2 ടീസ്പൂൺ ചേർക്കാം. ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ ചേർക്കാം. ചിക്കൻ ഇതിലേക്കിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയത്ത് നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് 2 ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളം വെച്ച് അതിനകത്തിലേക്ക് ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട, ബേ ലീഫ് എന്നിവ ഇട്ട് നമുക്ക് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന സവാള ഉള്ളിയുടെ പകുതിയും ഉപ്പും ചേർത്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് റൈസ് ഇട്ട് പകുതി വേവിച്ചെടുക്കാം. ഇവിടെ പകുതി വെന്തിട്ടുണ്ട്. ബാക്കി സവാള ഉള്ളി നമുക്ക് ചിക്കനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കനിലേക്ക് പുതിനയില ഇട്ട് കൊടുക്കാം. പുതിനയിലയുടെ മുകളിലേക്ക് നമുക്ക് ഈ പകുതി വെന്ത റൈസ് ഇട്ട് കൊടുക്കാം. ഒത്തിരി അമർത്തരുത്. അതിന് മുകളിലായിട്ട് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. സവാള വറുത്ത് വെച്ച് സവാള ഇട്ട് കൊടുക്കാം. അതിലേക്ക് കിസ്മിസും കാഷ്യൂവും ഇട്ട് കൊടുക്കാം. അടച്ചു വെച്ച് ദം ചെയ്തെടുക്കാം.